നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ പറമ്പിൻ്റെ ഒരു മൂലയിൽ നമ്മൾ ഈ കോഴികളൊക്കെ ചാടി പോകാതിരിക്കാൻ വേണ്ടി ഫെൻസിങ്ങായിട്ട് നമ്മുടെ താറാവ് വലയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ താറാവ് വലയിനകത്ത് നമ്മുടെ ഒരു ചേരയാണെന്നാണ് ആദ്യം കരുതിയത്. നമ്മുടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മൂർക്കം പാമ്പ് കുടുങ്ങി കിടക്കുന്നു. അപ്പം ഞാൻ നമ്മുടെ കുട്ടി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചെൻ്റെ ഇവിടെ വീട്ടിലൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ പാമ്പ് കുടുങ്ങി കിടക്കണമെന്ന് പറഞ്ഞ് കേട്ടെ. അപ്പോൾ ആരും റെസ്ക്യൂ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ഫോറസ്റ്റിനകത്ത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മുടെ അധികൃതരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ തന്ന ഇതനുസരിച്ച് റെസ്ക്യൂ ചെയ്യാനായിട്ട് ആളെത്തി മൂർഖനാണെങ്കിൽ 2 ഭാഗങ്ങളിലായിട്ട് ഏകദേശം ബോഡിയുടെ ഒരു മിഡിൽ ഭാഗവും പിന്നെ ഈ പറയും പോലെ തല, ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ ട്രാപ്പായിട്ടിരിക്കുകയാണ്. അവരെല്ലാം സേഫായിട്ട് അതിനെ റെസ്ക്യൂ ചെയ്ത് ഒരു നല്ലൊരു സമയത്താണ് ഈ ഒരു സംഭവം. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് രാത്രിയായിട്ടില്ല. അപ്പം നമ്മുടെ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേര് ജോലിയും മറ്റും കഴിഞ്ഞിട്ട് വരുന്ന ഒരു മെയിൻ വഴിയാണിത്. വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിനകത്ത് ആളുകൾക്കാർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുകയും പാമ്പിനാണെങ്കിൽ ഒരുപാട് പരിക്കും കാര്യങ്ങളും ഏൽക്കാതെ രക്ഷപ്പെട്ടത് കൊണ്ട് അതൊരു സേഫായിട്ട് നിന്നു. അതിന് ഈ അധികൃതരോട് എല്ലാവരോടും നമ്മുടെ ഒരു നന്ദി അറിയിക്കുകയാണ്. നല്ല പരിക്കുണ്ട്. ആദ്യമായിട്ട് ഈ ലോക്കലിലൊരു മൂർഖനെ കാണും. ഇത്ര നല്ല നീളമുണ്ടെന്നേ, കിടക്കാൻ പാടില്ലേ, ഇങ്ങേറ്റം വരെ കിടക്കുക. വാലയിലൊന്ന് പിടിക്കാവോ ഒരാള്? കണ്ടോ? വല വലിച്ചു വെച്ച് പാമ്പിൽ വലിക്കില്ല. പിടിച്ചോ? ആ കണ്ടിച്ച് വരും. വിടല്ലേ, വലന്ന് വിടല്ലേ. ഇപ്പുറത്ത് വല പിടിച്ച് കേട്ടോ. എന്താ പൊന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി തരാം. മഞ്ഞപ്പൊടി കിട്ടോ? മഞ്ഞപ്പൊടി ഇട്ടു. ഇവിടെ നിന്ന് കെട്ടണമല്ലോ.